Assalamu alaikum. Today I am going to recite Surah Nahl, ayah number 117 to 120. What's meaning? أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നാണ് അള്ളാഹുവിനോട് അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം. അല്പം മാത്രമായ ഒരു സുഖാനുഭവം, അവർക്ക് വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കും. വഅലല്ലദീന ഹാദൂ ഹറംനാ മാ ഖസസ്നാ അലൈക മിൻ ഖബ്ൽ وما ظلمناهم ولكن كانوا أنفسهم يظلمون. യഹൂദികളായവരുടെ മേലും തന്നെ മുമ്പ് നാം നിനക്ക് വിവരിച്ചു തന്നവയെ നാം നിഷിദ്ധമാക്കി. അവരോട് നാം അനീതി ചെയ്തിട്ടില്ല, എങ്കിലും അവർ അവരോട് തന്നെയായിരുന്നു അനീതി ചെയ്തിരുന്നത്. ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم. പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് വിഡ്ഢിത്തം അഥവാ വിവരക്കേട് നിമിത്തം നിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും നന്നായി തീരുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെയാകുന്നു. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ വലം യകു മിനൽ മുശ്രികീൻ. നിശ്ചയമായും ഇബ്രാഹിം അള്ളാഹുവിനോട് ഭക്താനുസരിച്ചുള്ള ഋതുമാനസമായ ഒരു പ്രത്യേക സമുദായം അഥവാ മാതൃകാ നേതാവായിരുന്നു. അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നിട്ടുമില്ല.